രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാടൊട്ടുക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മാലിന്യം കുന്നുകൂടുകയാണ്. ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആഹാരാവശിഷ്ടങ്ങളും ഉൾപ്പെടെ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ആശുപത്രിക്ക് പിന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. മുമ്പ് ഇത് കത്തിച്ചു കളയുകയായിരുന്നു പതിവ്. ഇപ്പോൾ തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം ഇതും സാധിക്കാത്തതാണ് മാലിന്യം കുന്നുകൂടാൻ കാരണം. ആശുപത്രിയിൽ സൌജന്യ ഭക്ഷണ വിതരണം നടത്തുന്നവർ മുമ്പ് ഡിസ്പോസിബിൾ പാത്രങ്ങളിലായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. ഇപ്പോൾ അത് ആശുപത്രി അധികൃതർ അനുവദിക്കാറില്ല. ആഹാരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലം രൂക്ഷമായ ദുർഗന്ധമാണിവിടെ. കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇതിനെതിരെ യുവജന സംഘടനകൾ നിരവധി തവണ സമരപരിപാടികൾ നടത്തിയിട്ടും അധികാര കേന്ദ്രങ്ങൾ ഇപ്പോഴും ഉറക്കത്തിലാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിലെ ഈ ജില്ലയിൽ ഏറ്റവും മോശപ്പെട്ട നിലയിലാണ് എൻ്റെ ഭൗതിക സാഹചര്യമുള്ളത്. അഴുക്ക് കുന്നുകൂടി കിടക്കുക, എല്ലാ വശവും കിടക്കുകയാണ്. കെട്ടിടത്തിൻ്റെ അകത്തായാലും പുറത്തായാലും കെട്ടിട സൈഡുകളിലായാലും യാതൊരു നിയന്ത്രണവുമില്ലാതെ മാലിന്യ കൂമ്പാരങ്ങൾ നടക്കുന്നു. ഇത് വൃത്തിയായി ഈ ഏറ്റവും മോശപ്പെട്ട കാലാവസ്ഥയിൽ പനിയൊക്കെ പിടിച്ച ആളുകൾ മരിക്കുന്ന കാലാവസ്ഥയിൽ പോലും ഇന്ന് വൃത്തിയാക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നത് പ്രതിഷേധാർഹമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.